പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 11ാം മാസത്തിന്റെ 13ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 126 സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ജനത്തെ മടക്കി വരുത്തണമെന്നാണ് ഭക്തൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. യെരൂശലേമിന് തെക്ക് ഭാഗത്തുള്ള തോടുകൾ വേനൽക്കാലങ്ങളിൽ വറ്റി വരണ്ടു പോകും. തോടുകൾ വരണ്ടാലും തോടിൻ്റെ അടിഭാഗത്ത് അല്പം തണുപ്പും ചെറിയ നനവും ഉള്ളതുകൊണ്ട് എലി, പാമ്പ്, തേൽ തുടങ്ങി ക്ഷുദ്രജീവികൾ അവിടെ മാളങ്ങൾ ഉണ്ടാക്കി വാസം ഉറപ്പിക്കും. ആരെങ്കിലും അത് ശ്രദ്ധിക്കാതെ അതുവഴി നടന്നു പോയാൽ അവന് കടിയേൽക്കുകയും ചെയ്യും. എന്നാൽ മഴ ശക്തമായി പെയ്യുകയും തോടുകൾ നിറഞ്ഞു കവിയുകയും ചെയ്യുമ്പോൾ ഈ ജീവികളെല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോവുകയും നദി ശുദ്ധമായി തീരുകയും ചെയ്യും. അവണ്ണം ചില പരിവർത്തനങ്ങളൊക്കെ നടന്ന് മതം മാറിയവരും സംഘടന മാറിയവരും പഴയ വലിയ ഒരു ജനക്കൂട്ടം ദൈവസഭയിലുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ ജീവിതത്തിലെ സകലാശുദ്ധിയും നീങ്ങി അവർ വെടിപ്പായി തീരുകയുള്ളൂ. ആകയാൽ മടങ്ങി വന്നവർക്കൊരു ആത്മീയ മടങ്ങിവരവ് ആവശ്യമാണ്. പാപത്തിൻ്റെ പ്രവൃത്തികളിൽ രസിക്കുന്നവർക്ക് മാനസാന്തരം, അനുതാപം, മടങ്ങിവരവ് മുതലായ കാര്യങ്ങൾ കേൾക്കുന്നത് തന്നെ അലർജിയാണ്. അവർ പിന്തുടരുന്ന പ്രവൃത്തികൾ അവർ സുഖം, സമൃദ്ധി കണ്ടെത്തുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് അടുക്കണമെന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കുവാൻ കൂടി കഴിയുന്നതല്ല. പാപത്തിൽ രസിക്കുന്നവർക്ക് ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയുകയില്ല. അവർക്ക് ഉപവാസം, പ്രാർത്ഥന, സഭ ആരാധനയൊന്ന് കേൾക്കുന്നത് പോലും അവർക്ക് സ്തോത്രം ഒട്ടും താല്പര്യമില്ലാത്ത ഒരു അനുഭവമാണ്. എങ്കിലും പ്രവാചകനോ അഭിഷിക്തന്മാരോ ആയ ശുശ്രൂഷകനോ ശക്തമായ ഭാഷയിൽ ന്യായവിധി അറിയിക്കുമ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ മാനസാന്തരം കാണിക്കുമെങ്കിലും അത് കപടമായിരിക്കും. വഞ്ചനയും ചതിയും അവർ മുറുകെ പിടിച്ചിരിക്കുന്നതിനാൽ അവർ അനുദപിക്കുകയോ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയോ ചെയ്യുന്നില്ല. പക്ഷിമൃഗാദികൾ കാലാവസ്ഥ മാറി മറിയുമ്പോൾ ആഹാരത്തിനായും അവരുടെ ജീവിതത്തിനായും എത്ര ദൂരമായാലും അവർ യാത്ര പുറപ്പെടും. എന്നാൽ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ അവർ അല്ലെങ്കിൽ കാലാവസ്ഥ മാറി തുടങ്ങുമ്പോൾ പുറപ്പെട്ട സ്ഥാനത്തേക്ക് തന്നെ അവർ മടങ്ങിയെത്തും. ഇതെല്ലാം കണ്ടുപഠിക്കേണ്ട ദൈവജനം ഹല്ലേലൂയ മടങ്ങി വരുന്നില്ല എന്നാണ് ദൈവം പരിതപിക്കുന്നത്. കാളതൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നുമില്ല എന്നാണ് ദൈവം പരിതപിക്കുന്നത്. ഇങ്ങനെ ജീവിതം തുടരുന്നവർക്ക് ഭയങ്കരമായ ന്യായവിധി മാത്രമേ ശേഷിക്കുകയുള്ളൂ. ശക്തമായ ദൂതുകളും മുന്നറിയിപ്പുകളും കേട്ടിട്ടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാതെ തന്നിഷ്ടത്തിന് പോകുന്നവരെ ദൈവം അങ്ങനെ തന്നെ വിടുമെന്ന് ചിന്തിക്കരുത്. ചെറുതും വലുതുമായ അനേക ശിക്ഷകൾ അയച്ചുകൊണ്ട് മടങ്ങി വരുവാൻ ദൈവം ഇന്നും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ ശിക്ഷയാകുന്ന രോഗം, കഷ്ടം, നഷ്ടം എന്നിവ ദൈവം അയച്ചിട്ടും എന്തേ മടങ്ങി വരാത്തതെന്ന് ദൈവം ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു. അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി തുടങ്ങിയിരിക്കുന്നു. അവർക്ക് മനസ്സില്ലാതെയായിരിക്കുന്നു മാനസാന്തരപ്പെടാൻ. പ്രിയ ദൈവവൈതലെയും മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ ആത്മാർത്ഥമായി മടങ്ങി വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തെറ്റുകളും പരാജയങ്ങളും മനസ്സിലാക്കിയും അനുദപിച്ച് കരയണം. ഹൃദയപൂർവ്വം മാനസാന്തരപ്പെട്ടാൽ ദൈവത്തിങ്കിലേക്ക്
മടങ്ങിച്ചെല്ല എന്ന് ദൈവം കൽപ്പിക്കുന്നു. തെറ്റുകൾ മനസ്സിലാക്കി അവയെ തിരുത്തി മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ദൈവം പാപം ക്ഷമിക്കുകയും അഭിവൃദ്ധി വീണ്ടും നൽകുകയും ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച കഷ്ടങ്ങളും നഷ്ടങ്ങളും ദൈവം മാറ്റുകയും പഴയതൊന്നും ഓർക്കാതെ വീണ്ടും ദൈവസേന നമ്മെ നിർത്തുകയും ശുശ്രൂഷകളും ടാലന്റുകളും മടക്കി തരുകയും അത് പ്രാപിക്കുവാൻ ദൈവം നമ്മെ ഇടവരുത്തുകയും ചെയ്യും. ദൈവം അവരുടെ ഭൗതിക സ്ഥിതിക്കും മാറ്റം വരുത്തുകയും ചെയ്യും. മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ സ്നേഹമുള്ള മാതാപിതാക്കൾ അവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. എന്നാൽ അനുസരണം കെട്ടവരായി പിടികൊടുക്കാതെ അവർ ഓടിയാൽ മക്കളെ ഓടിച്ചിട്ട് പിടിക്കുകയും കടുത്ത ശിക്ഷ തന്നെ കൊടുക്കുകയും ചെയ്യും. ആകയാൽ പ്രിയ ദൈവവൈതലേ, ദൈവം നമ്മെ മടക്കി വരുത്തുന്നതിന് മുമ്പ് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലാം. നാം ഒരിക്കലും ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുകയില്ല എന്ന് തീരുമാനത്തിലാണെങ്കിൽ ഇനി ഒരിക്കലും ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുവാൻ കഴിയാത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വരും എന്നും യോബ് പറയുന്നുണ്ട്. ആകയാൽ ദൈവസന്നിധിയിലേക്ക് സ്തോത്രം നമുക്ക് വേഗത്തിൽ മടങ്ങിച്ചെല്ലാം. അതിനായി ദൈവം നമ്മോട് കരുണ കാണിക്കും. കാണിക്കും. ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ തെറ്റുകളും കുറവുകളും ക്ഷമിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. വീണ്ടെടുത്ത കർത്താവ് വേഗത്തിൽ വരും. നമ്മുടെ നാഥൻ വരുമ്പോൾ നാം ലജ്ജിച്ച് നിൽപ്പാൻ ഇടവരാതെ നമുക്ക് വേഗത്തിൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. ഈ പ്രഭാതം സ്തോത്രം തെക്കേ നാട്ടിലെ തോടുകളെ പോലെ നമ്മെ നമ്മുടെ ഈ ഭൂമിയിലെ പ്രവാസ സ്തോത്രം കാലത്തിൽ നിന്നും നമ്മെ സർവശക്തന്റെ സന്നിധിയിൽ വേഗത്തിൽ ചെല്ലുവാൻ നമ്മെ കൃപയോടുകൂടെ നിർത്തുവാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം ശ്രവിച്ച എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും കർത്താവ് ഈ പ്രഭാതം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു മടങ്ങി വരവ് കർത്താവ്, ആത്മീയ സന്തോഷത്തിൻ്റെ മടങ്ങി വരവ് സ്തോത്രം ഈ നാളുകളിൽ ദൈവസഭകളിൽ, കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ നൽകി എല്ലാവരെയും ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം. മകച്ചമങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.